പത്രത്തില് ഒരു പാർട്ട് ടൈം അക്കൗണ്ടന്റിനെ വേണമെന്ന് പരസ്യം കണ്ടു. ഞാൻ ബികോം വരെ പഠിച്ചിട്ടുണ്ട്. ഓഹോ, അകത്തേക്ക് വരൂ. എന്താ പേര്? നാരായണൻ. ഇതാ എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്. എടാ, നീ എന്റെ തന്ത കളിച്ചാലേ ഞാൻ നിന്റെ അപ്പൂപ്പൻ തന്ത കളിക്കും. പേര് കൊള്ളാം, ഭഗവാന്റെ പേര് അല്ലേ? നാരായണൻ. ഇക്കാലത്തെ കള്ളന്മാരെയെല്ലാം ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കണ്ടിട്ട് ഭക്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും നാളെ മുതൽ ജോലിക്ക് വന്നോളൂ കേട്ടോ. വലിയ ഉപകാരം. മോളെ, ഇത് മിസ്റ്റർ കൈമൾ, വലിയ ബിസിനസ്സുകാരനാ. നമസ്കാരം. ഇതെന്റെ കണക്കുകളെല്ലാം എഴുതാനായിട്ട് പുതിയതായി നിയമിച്ച ആളാ മിസ്റ്റർ നാരായണൻ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം. എന്നാ പോയി റെസ്റ്റ് എടുക്കൂ. എന്റെ മകളാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ സാറേ, ഞാൻ ഇറങ്ങട്ടെ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കൊക്കെ നിന്നോണം. ഓ ശരി. നിൽക്കുകയും ചെയ്യും, നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യടാ പരമനാറി. അമ്മേ നാരായണ. എന്തോ? തന്നെയല്ലേ വിളിച്ച ഭഗവാനെയാ? തന്നെ വിളിച്ചു. വരൂ. ഇംഗ്ലണ്ടിൽ അമ്പലമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു. ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. ആ കൈമളിരിക്കും, ഞാനിപ്പോ വരാം. എടാ മരം മണ്ടം കൈമളെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചില്ല എന്റെ ശവം നല്ലടാ. തന്നെ ഈ വീട്ടിൽ നടിച്ചിറക്കില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു. താൻ ഇന്ന് വരെ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? വാണ്ട മൊന്ത ഉറങ്ങാ. ഒരു കാമദേവൻ നിൽക്കുന്നു, കണ്ടാച്ചാലും മതി. കാത്തിരുന്നു, അവളിപ്പോ മാലയും കൊണ്ട് പോയി. നമുക്ക് കാണാം. താൻ വെള്ളം ഒലിപ്പിച്ചോണ്ടിരുന്നോ? എന്നാ കണ്ടിട്ട് തന്നെ ബാക്കി കാണാം. നമുക്ക് കാണാം. ആദ്യം മിസ്റ്റർ കൈമൾ കൊടുക്കും. താങ്ക് യു. ജലദോഷത്തിന് വിക്സ് നല്ലതാണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യ, വിക്സ് കൊള്ളത്തില്ല, അമൃതാഞ്ജന ഏറ്റവും നല്ലത്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ജലദോഷം മാറി. കഷ്ടമായി പോയി. ജലദോഷം മാറിയതോ? അല്ല, വെറുതെ കൊണ്ടുവന്നല്ലോ. ആ സാരമില്ല, എനിക്കൊരു ജലദോഷം തുടങ്ങിക്കണം. അത് രണ്ടും കൂടെ വരും. കൊടുക്ക്. ഏതാ നല്ലതെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് മറ്റതങ്ങോട്ട് മടക്കി തരാം. ആ പിന്നെ മോൾക്കൊരു സാരി വേണമെന്ന് പറഞ്ഞല്ലോ, നിനക്ക് ഏത് കളറാ ഇഷ്ടം? എനിക്കിഷ്ടം തൂവെള്ളയാ. പിന്നെന്താ വെള്ളയും വെള്ളയും? ഇഷ്ടല്ലേ? എനിക്കിഷ്ടമാ, ചോദിച്ചെന്നേ ഉള്ളൂ. എപ്പോഴും നിന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. നാളെ രാവിലെ എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള കണക്കുകളൊക്കെ ശരിപ്പെടുത്തി വെക്കണം കേട്ടോ. അല്ല, ഇതാരാ? കൈമളോ? ഇതെന്താ ഒരു വെള്ളമയം? തലമുടിയും കൂടെ വെള്ളം അടിച്ച ഭേഷാവും. അമേരിക്കയിൽ എന്റെ വേഷം ഇതാ. തണുപ്പല്ലേ, ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഗ്ലൗ വേണം. ഓ അത് ശരി.
ശോഭയ്ക്ക് ആണുങ്ങൾ വെള്ള ധരിക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ കള്ളും സിഗരറ്റും ഉപയോഗിക്കുന്നത് ദേഷ്യമാണ്. അവള് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം നിർത്തിയത്. വേണം 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 മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ മകളുടെ കല്യാണത്തിന് മുമ്പ് വീടും കാറും ഒന്ന് AC ആക്കാൻ പോവാ. അത് ശരി. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, യുണൈറ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ശംഭുവിനെ അറിയുമോ? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. മിടുമിടുക്കൻ. നമുക്ക് അയാളെ ഒന്ന് കണ്ട് ഇതൊന്ന് മോഡേൺ ആക്കാനുള്ള ഒരു പ്ലാൻ വരപ്പിച്ചെടുക്കാം. അയാളാണ് മിടുക്കനെങ്കിൽ അയാളെ തന്നെ ഏൽപ്പിക്കാം. അതാണ് പുള്ളിക്കാരന്റെ മുറി. ചെന്നാട്ടെ, ഞാനിവിടെ ഒരാളെ കണ്ടുവരാം. ആ എടാ, ഈ കൈമള് കളി പഠിച്ചവനെ. നിന്റെ നാരായണാവതാരം മാറി വിശ്വരൂപം പുറത്തു വരും. ഞാൻ ആ പെണ്ണിനെ കെട്ടുകയും ചെയ്യും. പാവം, മൂപ്പിലാന്റെ വായിലെ തെറി മുഴുവൻ കേൾക്കുമായിരിക്കും. അതിനെന്താ, പക്ഷേ നമുക്കിതൊന്ന് വേഗം ശരിപ്പെടുത്തണം. മിസ്റ്റർ കൈമൾ അറിയോ ഇദ്ദേഹത്തിന്? നമ്മുടെ കണക്കെഴുത്തുകാരൻ നാരായണന്റെ സഹോദരൻ മിസ്റ്റർ ശംഭു. ഇവർ രണ്ടുപേരും ഇരട്ടപ്പെട്ടതാണ്. ഇത് മിസ്റ്റർ പുരുഷോത്തമൻ കൈമൾ. ഫ്ലാറ്റ് മീറ്റ് ചെയ്യും. എടാ പന്ന റാസ്കലെ, നിന്റെ ഉപ്പാപ്പയെ വിറ്റ കാശ് എന്റെ പോക്കറ്റ് ഉണ്ടടാ. നിന്റെ കളി കയ്യിലിരിക്കട്ടെ. അവന്റെ ഒടുക്കത്തൊരു ഇരട്ടപ്പേര്. നിന്റെ ഈ കളി എവിടം വരെ പോകുമെന്ന് കാണാമടാ. ഏതായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. സൗകര്യം കിട്ടുമ്പോ വീട്ടിലേക്കൊന്ന് വരണം. ദിവസവും വരുന്നുണ്ടല്ലോ. എന്താ ഇത്? നമ്മുടെ കാറിനകത്ത് വെക്കാനുള്ള AC-യാ. ഇത് നന്നായി ഫിറ്റ് ചെയ്ത് തരുന്ന ഏതെങ്കിലും നല്ല വർക്ക്ഷോപ്പിൽ സിറ്റിക്കകത്തുണ്ടോ നാരായണ? ഞാനൊരു സ്ഥലം പറഞ്ഞു തരാം. സ്റ്റാർ വർക്ക്ഷോപ്പ്. സിറ്റിക്കകത്തെ ഏറ്റവും നല്ല വർക്ക്ഷോപ്പാണ്. എന്നാ അവിടെ തന്നെ കൊടുത്തോളേ. മോനാളി 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 ഭാര്യകൻ. അല്ല, ഇവനെന്താ തേളുകുത്തിയുമായി ഓടുന്നത്? എടാ കൈവളെ, നീ ഇന്ന് കുടുങ്ങിയത് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? ഇത് എന്റെ വർക്ക്ഷോപ്പാണ്. സ്വന്തം വണ്ടിയും കമ്പനി വണ്ടികളും ഉൾപ്പെടെ 10-20 വണ്ടികളില്ലേ. അതിന്റെ ജോലിക്ക് വേറൊരു വർക്ക്ഷോപ്പിൽ പോകാനെന്ന് കരുതി ഞാനൊരു വർക്ക്ഷോപ്പ് തുടങ്ങി. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ AC കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യണം. നാളെ വന്ന് എടുത്തോണ്ട് നോക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. താങ്കൾ പോണം. ഞാൻ നാളെ കാറ് വീട്ടിലെത്തിച്ചോളാം. ഓക്കെ ഓക്കെ. ഇതാ അവിടെ വെച്ചേക്കും. നമ്മുടെ നാരായണനാണ് ഇവിടെ തന്നെ കൊണ്ടുവരാൻ നിർബന്ധിച്ചത്. അവന് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. അല്ല, അല്ല, ഏഷ്യാന്ന് തയ്യാറെടുക്കണം. MD വത്സമയെ പോലെ ദരിദ്രവാസി. മുതലാളി ഭാര്യ കിണറ്റിൽ നിന്നാണോ വെള്ളം കൂടുന്നതെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അട്ടിമറി കാരണം ഇന്ന് വാട്ടർ സപ്ലൈ ഇല്ല. കിണറ്റിൽ എന്ന് കേട്ടപ്പോ മുതലാളി ഇറങ്ങി ഓടി. ഞാൻ എന്ത് ചെയ്യാന്? ചേട്ടാ, എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയെന്ന് എനിക്കറിയാമോ? നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തെ പറ്റി എന്തെല്ലാം സ്വപ്നം കണ്ടു. അവിടെ ചെന്നപ്പോ പുട്ടുകുറ്റി പോലെ ഇരിക്കുന്നു. വീണമെന്ന് ചോദിച്ചപ്പോ 4 തെറിയും 2 തൊഴി. ശോഭയുടെ ചായ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കും. തന്നോട് ചോദിച്ചില്ലല്ലോ. ഇല്ലെങ്കിലും പറയേണ്ടത് പറയായിരുന്നോടല്ലോ. കണക്കെഴുതുമ്പോ മറ്റു കാര്യങ്ങൾ ആലോചിച്ചാൽ കണക്ക് തെറ്റും. അത് മിസ്റ്റർ കൈമൾ പറഞ്ഞ ശരിയാ. കണക്ക് എഴുതുമ്പോ തെറ്റും. അച്ഛാ,
നാളെ വൈകിട്ട് കേണൽ നായരുടെ പാർട്ടിക്ക് പോണം, മറക്കരുത്. ഓ, അതിപ്പോഴാ ഓർത്തത്. പറഞ്ഞത് നന്നായി. കേണൽ നായരെ അറിയോ? ഇല്ല, അമേരിക്കയിലായിരുന്നു. ഏയ്, ഇവിടെ തന്നെ പട്ടാളത്തിൽ. നാളെ പാർട്ടിക്ക് വരുമ്പോ ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് പോവാം. നാളെ എനിക്കും ഒരു അവധി തരണം. എന്തിനാ? അച്ഛന് തീരെ സുഖമില്ല, ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. ശരി, നാളെ ലീവ് എടുത്തോളൂ. ഹലോ മിസ്റ്റർ മേനോൻ. ഹലോ. ഇരിക്കൂ. ഹലോ. ഇരിക്കൂ. ശംഭു, ഇതെന്റെ മകൾ ശോഭ. ഹലോ. ഹലോ. പിന്നെ ഇത് നമ്മുടെ നാരായണന്റെ സഹോദരൻ ശംഭു, ഒരു വലിയ ബിസിനസ്സുകാരനാ. രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ശോഭേ, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം വേഷം കെട്ടുന്നു. ശംഭുവിനെ അറിയില്ലേ മിസ്റ്റർ കൈമൺ? ഹലോ. പിന്നെ കൊള്ളാം. ഒറ്റയ്ക്ക് സ്റ്റൈലില് ശോഭയോടൊപ്പം നടക്കാമെന്ന് കരുതി അല്ലടാ പരമ ദരിദ്രവാസി. ഇതാണല്ലടാ നിന്റെ അച്ഛന്റെ അസുഖം. ഞാനൊന്ന് തീർത്തു തരാം. അച്ഛന് സുഖമില്ലെന്ന് നാരായണൻ പറഞ്ഞു. അതെ. ഏയ്, അത് സാരമില്ല, ഒരു ചെറിയ വാദത്തിന്റെ അസുഖം. ഏതായാലും നമ്മുടെ നാരായണന്റെ അച്ഛനല്ലേ, സുഖമില്ലാതെ കിടക്കാൻ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി കാണണം. അതാണ് മര്യാദ. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനൊന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ. ഞാനും വരാം. ഇറങ്ങട്ടെ. വരട്ടെ. അവര് വരാറായി. സാറേ, എനിക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അവര് വന്നെന്ന് തോന്നുന്നു. മിണ്ടാ കിടന്നാണോ? അച്ഛാ, ഇതാണ് ശ്രീ രാമൻ മേനോൻ. നമസ്കാരം. ഇരിക്കൂ. നാരായണനവിടെ? നാരായണൻ വെളിയിൽ പോയിരിക്കുക. അച്ഛാ, ഇതാണ് കൈമൾ. അറിയും. വലിയ ബിസിനസ്സുകാരനാ. ഓഹോ, അതിപ്പോഴാ മനസ്സിലായത്. ഓഹോ, അത് ശരി. അപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? മുതലാളി തൊഴിലാളി ബന്ധം. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അല്ലേ? അതെ അതെ, സുഖമില്ലായിരിക്കുമല്ലേ, അധികം സംസാരിക്കാം. വാദം എന്റെ കാലിൽ വായിക്കല്ലോ. എങ്കിലും നമ്മുടെ പരിചയത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ ദേഹം വിളക്കേണ്ടി വരും. മിസ്റ്റർ കൈമൾ ഇരിക്കും. താങ്ക് യു. നിൽക്കാം. അമേരിക്കയിലൊക്കെ സാധാരണ ആളുകൾ കൂടുതൽ നേരവും നിൽക്കുകയാണ് പതിവ്. ആഹാ, അതെന്താ അവിടെ കസേരയില്ലേ? ഉണ്ട്, എങ്കിലും ഒരു ഒരു മിസ്റ്റർ മേനോൻ, നമുക്ക് പോകാം. എനിക്കത് ധൃതിയുണ്ട്. മേനോ സാറിനെ കൊണ്ട് അച്ഛനെ കാണിക്കണമെന്ന് കൈമളിനാരും നിർബന്ധം. ഓഹോ, കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ വലിയ കൃത്യനിഷ്ഠക്കാരനാ. അറിയാം. നാരായണനോട് ഞാൻ അന്വേഷിച്ചായി പറഞ്ഞു. ശരി. സാറിന്റെ പ്ലാൻ പൊളിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു അമേരിക്ക. സാറേ, സംഗതി ഒത്തുകിട്ടിയ കല്യാണത്തിന് എന്നെ ക്ഷണിക്കണം. നല്ലൊരു സദ്യ കൊണ്ടിട്ട് കുറെ കാലമായി കേട്ടോ. തല്ലും തന്നു വേണം നിന്നെ അയക്കാനുള്ളത്. പിന്നെ ഞാനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. മുതലാളി, നീ ഒന്നും പറയണ്ട. ഇനിയും നിന്നെ ഞാനിവിടെ വെച്ചോണ്ടിരുന്ന നാളെ ഈ വർക്ക്ഷോപ്പും എന്നെയും ചേർത്ത് നീ മറ്റു വല്ലവർക്കും വിറ്റ് കാശാക്കും. ശമ്പളം കുറച്ചായാലും മതി മുതലാളി, എനിക്ക് എല്ലാ പണിയും അറിയാം. നിനക്കെല്ലാ വൃത്തികെട്ട പണിയും അറിയാം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നീ വേഗം സ്ഥലം വിടും. അപ്പൊ എനിക്ക് പണിയില്ല. ഇല്ല. ഒരാൾക്ക് ജോലി കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ മുതലാളൻ പറഞ്ഞ് ഇവിടെ കയറിയിരിക്കുന്നത്? ഗുഡ് ബൈ. അങ്ങനെയാണെങ്കിൽ വിവാഹം ഉടനെ നടത്തിക്കളയാം. പാസ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? ഉടൻ തന്നെ ഹണിമൂൺ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം.
എന്റെ ബന്ധുക്കളെല്ലാം പുറത്താണ്. അതുകൊണ്ട് വിവാഹത്തിന് ആരും ഉണ്ടാവില്ല. അത് സാരമില്ല, അതിനെന്താ അവരെല്ലാം അങ്ങോട്ട് പോയി കാണാമല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഉടൻ തന്നെ ഒരു നല്ല മുഹൂർത്തം നോക്കിച്ച് കളയാം. നാളെ നല്ലൊരു മുഹൂർത്തം ഉണ്ടെങ്കിൽ നാളെ നടത്താൻ ഞാൻ തയ്യാറാ. കാറില്ല, ഞാൻ നടന്നാ വന്നത്. വാക്കിംഗ് നല്ലൊരു വ്യായാമോ. അത് ശരി, എന്ന് മുതൽ ഞാനും നടന്ന് ശീലിക്കാൻ പോവാ. ഇരുന്നിരുന്ന് കുമ്പ വലുതായി. ആഹാ. ഒരു ഗ്ലാസ് കൂടെ ഒഴി. നാളെ നേരത്തെ വരണം. നിങ്ങളുടെ വാദം മാറിയോ? വാദമോ? ഒരു പോക്കിരുന്ന മഴയുണ്ടല്ലോ. നോക്കണോ എനിക്ക് വാദമോ ഗീതമോ ഉണ്ടോന്ന്? എന്നെ മനസ്സിലായോ? രാമമേനോൻ. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളവിടെ സോറി. സാറേ, ഒരു നീലക്കുപ്പായിട്ടൊരു മധ്യവയസ്കൻ ഇതിലെങ്ങാൻ പോകുന്നുണ്ടോ? ആരും ഇതിലേ പോയില്ല സാറേ. പോയി. കള്ളക്കളവേ, അന്തവിട്ട ഓട്ടമല്ലേ ഓർന്നത്. വയസ്സുകാലത്ത് അയാൾ രക്ഷപ്പെട്ടു. അപ്പാ എടോ നാരായണ, എന്തോ? തന്റെ അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. അസുഖം മുഴുവൻ മാറുന്നതിന് മുമ്പ് പട്ടയടിക്കുന്നത് നല്ലതല്ലെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം. ദേഹമിളകി ഓടരുതെന്ന് പറയണം. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയേണ്ടി വന്നു എന്ന് വെച്ചോളൂ. കൈമളുടെ വർക്ക്ഷോപ്പ് എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല. അമേരിക്കയിലും ഒന്ന് തുടങ്ങണം എന്ന് കരുതിയിരിക്കുകയാണ്. ഓഹോ, നല്ലതാണ്. തനിക്ക് നല്ല ജോലി അറിയാമല്ലോ. പിന്നെ അമേരിക്കയിലൊക്കെ ആൾമാറാട്ടത്തിന് കടുത്ത ശിക്ഷയല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? ഇന്ത്യയിൽ ആൾമാറാട്ടം വലിയ കുറ്റമാണ്. അമേരിക്കയിൽ അതിലും വലിയ കുറ്റമാണോ എന്ന് അറിയണം. എന്നിട്ട് വേണം അമേരിക്കൻ പോലീസിനെ വിളിക്കണോ ഇന്ത്യൻ പോലീസിനെ വിളിക്കണോ എന്ന് തീരുമാനിക്കാൻ. എന്തിനാ? തന്നെ അറസ്റ്റ് ചെയ്യാൻ. പോണവിടെ. നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ള പന്താണെന്ന് കരുതിയ രാമമേനോൻ. എടാ, നിന്നെപ്പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ വലിയവന്മാർ ചമഞ്ഞ് എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്, എത്രയെത്ര കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. അവന്റെ കാര്യം പോട്ടെ, അവൻ അത്രയ്ക്കേ സംസ്കാരമുള്ളൂ. നിങ്ങളൊന്നുമില്ലെങ്കിലും സമൂഹത്തിൽ 4 പേരറിയുന്ന മാന്യപ്പെട്ട വ്യക്തിയല്ലേ. ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവളോടോ അവളുടെ വേണ്ടപ്പെട്ടവരോടോ നേരിട്ട് പറയുന്നതല്ലേ അന്തസ്സായ മാർഗം?
എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. സാർ ക്ഷമിക്കണം. എടോ വാടക തണ്ടേ ഓ താനും പോ. നിൽക്കണവിടെ. നിന്നോട് ആര് പറഞ്ഞു പോവാൻ? നിനക്ക് എന്റെ ഒരു സൽക്കാരം ബാക്കിയുണ്ട്. ഇനി മേലാലെങ്കിലും കൊള്ളാമെന്ന കുടുംബത്തിൽ